അണക്കര സ്വദേശി ജിനു ലൂയിസ് കുവൈറ്റിലെ ഏജൻസിയുടെ തൊഴിൽ തട്ടിപ്പിനിരയായ സംഭവം ഒറ്റപ്പെട്ടതല്ലെന്ന് വെളിപ്പെടുത്തൽ. മലയാളികൾ നടത്തുന്ന ഏജൻസിയുടെ ചതിയിൽപ്പെട്ട കുവൈറ്റിലെത്തി കൊടിയ പീഡനം അനുഭവിക്കുന്ന നിരവധി ആളുകളാണുള്ളത്. മാന്യമായ തൊഴിലും മികച്ച വേതനവും വാഗ്ദാനം ചെയ്ത കുവൈറ്റിലെത്തിച്ചു കഴിഞ്ഞാൽ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ക്രൂരമുഖമാണ് കാണേണ്ടി വരുന്നതെന്നാണ് ജിനുവിന് മുമ്പ് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ വീട്ടമ്മമാരുടെ പരാതി. വീട്ടുജോലി അടക്കമുള്ള തൊഴിലുകൾക്ക് കേരളത്തിൽ നിന്നും ആളുകളെ എത്തിക്കുന്നതിനായി നിരവധി റിക്രൂട്ടിംഗ് ഏജൻസികളാണ് പ്രവർത്തിക്കുന്നത്. ഇവരിൽ പല ഏജൻസികളും വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയ ആളുകളെ ഗൾഫ് രാജ്യങ്ങളിൽ എത്തിച്ച ശേഷം ഇരട്ടി ജോലി ചെയ്യിക്കുകയും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിയുകയുമാണ് ചെയ്യുന്നത്. ഭക്ഷണമോ വിശ്രമമോ ലഭിക്കാത്ത ജോലി ചെയ്യിക്കുകയും പരാതിപ്പെട്ടാൽ ഉപദ്രവിക്കുകയും വ്യാജ കേസ് നൽകുകയും ചെയ്യുന്നതായി വ്യാപക പരാതിയുണ്ട്. പത്തനംതിട്ട സ്വദേശി ലത, കൊല്ലം സ്വദേശി രജിത എന്നിവർ ഒരാഴ്ച മുമ്പാണ് ഏജൻസിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് നാട്ടിലെത്തിയത്. നമ്മൾ നിൽക്കുന്ന വീട്ടിൽ നമുക്ക് ഫുഡ് കിട്ടത്തില്ലെന്നുള്ള വിഷയമേ ഉള്ളൂ. പക്ഷേ ഏജന്റുമാരാണ് അവരെ എങ്ങനെയെങ്കിലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഈ ജിനു എന്നൊരു അമ്മ അനുഭവിച്ച ഒരു വേദന ഇനി ഒരമ്മമാരും അനുഭവിക്കരുത്. ഞങ്ങൾ അത്രയ്ക്ക് ജിനുവിനെ കൊണ്ടുവരാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞാൻ അത്രയ്ക്ക് ഞാൻ വേദനപ്പെടുന്നുണ്ട്. ഒരിക്കലും ഒരു സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത്. അതേപോലെ പാടുപെടുത്തുകയാണ് അവരവിടെ ഇട്ട്. ജയിലിൽ കിടക്കുന്ന എത്ര പേര്, ഒരു തെറ്റും ചെയ്യാത്ത എത്രയോ പേര് കിടക്കുന്നു. ഈ ഏജൻസി ഓഫീസിൽ കൊണ്ടിട്ട് ഞങ്ങൾ കിടന്നപ്പോൾ ഒരു പെണ്ണിന് സമനില തെറ്റി ഡ്രസ്സ് പോലും ഇടാ ആ റൂമിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു. അഭിനയമാണെന്നും പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനെ എന്തെല്ലാം മാനസികമായിട്ട് അവർ ഉപദ്രവിച്ചെന്നറിയാം. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത്. പല കേസുകളിലും മലയാളി അസോസിയേഷൻ ഭാരവാഹികളും എംബസി അധികൃതരും ഇടപെട്ടാണ് പലരെയും രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് അയക്കാറുള്ളത്. തൊഴിൽ തട്ടിപ്പിനെതിരെ പ്രതികരിച്ചാൽ കൊടിയ മർദ്ദനമേൽപ്പിക്കുകയും വ്യാജ പരാതി നൽകി ജയിലിലാക്കുകയും ചെയ്യുന്നതാണ് ഇത്തരം ഏജൻസികളുടെ രീതി. പണം മാത്രം ലക്ഷ്യം വെച്ച് മനസാക്ഷിയില്ലാത്ത തരത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഇത്തരത്തിലുള്ള ഏജൻസികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിന് സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, അണക്കര.